ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പത്രമാറ്റിലെ മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ആദർശ് നയനയുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരണമെന്നും ഒരു കുഞ്ഞ് ആദർശിനെയോ കുഞ്ഞ് നയനയോ ഞങ്ങൾക്ക് തരണം. ഇനിയിപ്പോൾ 2 പേരായാലും നോക്കാനായിട്ട് ഞാനുണ്ടെന്ന് ജാനകി പറയുകയാണ്. അപ്പോൾ അത് കേട്ടിട്ട് നയനയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം, നീ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ നയന തലാട്ടിക്കൊണ്ടിരിക്കുകയാണ് ചിരിച്ചിട്ട്. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് ദേവയാനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ദേവയാനിക്ക് ദേഷ്യം വന്നിട്ട് ദേവയാനി അപ്പം തന്നെ ആദർശിനോട് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് വരാതെ നിൽക്കുന്നില്ല, നിന്നോടല്ലേ എൻ്റെ കൂടെ വരാനായിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞു കൂട്ടുന്നത്, നീ എല്ലാത്തിനും തലയാട്ടി കൊടുക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന് നീ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശിയുടെയും കാര്യം നോക്കണ്ടേന്ന് പറയുമ്പോൾ, നീ അവരെ കാര്യം നോക്കുമ്പോൾ നിന്നെ പെറ്റ അമ്മയുടെ മനസ്സ് നീ കാണുന്നില്ല. ഇത്രയൊക്കെ പറയുമ്പോൾ എന്താണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങളെന്നൊന്നും നിനക്കറിയത്തില്ല. അതൊക്കെ പോട്ടെ, നിന്നോട് ഞാൻ അവസാനമായിട്ട് ചോദിക്കാം, നിൻ്റെ അവസാനത്തെ തീരുമാനം എന്താണ് നയനയുടെ കാര്യത്തിലെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനൊരു മറുപടി പറയാൻ പറ്റാതെ ആദർശ അങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നന്ദു ആണെന്നുണ്ടെങ്കിൽ റൂമിൽ കിടന്നിട്ട് ഇങ്ങനെ വാതിലിങ്ങനെ തട്ടി നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് കൂട്ടുകാരൻ വിളിക്കുന്നുണ്ട്, നീ ഇറങ്ങിയോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ടെൻഷനിലാണ് നിൽക്കുന്നത്. ആ സമയത്താണ് നമ്മുടെ അനി അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ അനി വിളിക്കുമ്പോൾ ആദ്യം തന്നെ അനിയുടെ ഫോൺ എടുത്തിട്ട് നന്ദു കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേഷ്യം വന്നിട്ട് ഇവനെന്താ കാര്യം അറിയാണ്ട് പിന്നെയും വിളിക്കുന്നുണ്ട്, പിന്നെയും കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് അപ്പോൾ ഫോൺ എടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് പിന്നെയും അനി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് ഫോൺ കലി കയറിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരാൾ ഫോൺ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും അത്യാവശ്യമായിട്ടിരിക്കും, അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യം ബോധം നിനക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി ബ്രോ എന്ന് പറഞ്ഞപ്പം, അത് പിന്നെ ഞങ്ങൾ ഞങ്ങൾ വൃത്തിയാക്കി എടുത്തിരുന്ന ഞങ്ങളുടെ ഗ്രൗണ്ടിൽ മറ്റവന്മാരൊക്കെ കയറി കളിക്കുകയാണെന്നൊക്കെ പോട്ടെ, ചോദിക്കാനായിട്ട് ചെന്നാൽ ഞങ്ങളുടെ പിള്ളേരോട് ചോദിക്കുന്നുണ്ട്, ഇത് നിൻ്റെ തന്തയുടെ വകയാണെന്ന്. അങ്ങനെ അവർ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ. അത് ചോദിക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മയാണെന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് റൂമിൽ പൂട്ടിയിട്ടു. എനിക്കാണെങ്കിൽ പോകാനായിട്ട് പറ്റുന്നില്ല. പോയി കഴിഞ്ഞാൽ അവരെ മോന്തര ഷേപ്പ് മാറ്റണമെന്ന് പറയുകയാണ്. അപ്പോൾ ഇനി പറയുന്നുണ്ട്, ബ്രോ നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ചാടി കയറി പോവണ്ടെന്ന് പറയണം. എടാ, എനിക്ക് ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പിനാണ് വില, അതുകൊണ്ട് എനിക്ക് പോവാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും വാതിൽ ചവിട്ടി തുറന്നിട്ടായാലും എനിക്ക് പോകണമെന്ന് പറയുമ്പം, അങ്ങനെയുള്ള കടുങ്കൈ ഒന്നും ചെയ്യല്ലേ, നമുക്ക് നേരായ മാർഗ്ഗത്തിൽ കൂടെ പോകാം, പോലീസിനെ പോയി കാണുമെന്ന് പറയാണ്. പോലീസിലൊന്നും പോയാലൊന്നും ശരിയാവില്ല, ഇത് ഞങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. ഒരു ഫോൺ വയ്ക്കുക, ഞാനത് എങ്ങനെയെങ്കിലും വാതിൽ തല്ലിപ്പൊളിച്ച് പോകാനായിട്ട് നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് നന്ദി വീണ്ടും വാതിലൊക്കെ തല്ലിപ്പൊളിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം അനി മനസ്സിലായിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലണം, അല്ലാന്നുണ്ടെങ്കിൽ നന്ദു കയറി എന്തെങ്കിലും പ്രശ്നത്തിൽ കൊളത്തും. അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടേക്ക് എത്തണം, എന്തെങ്കിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണമെന്നും അനി വിചാരിച്ചിട്ട് വേഗം ഫോൺ കട്ട് ചെയ്തിട്ട് ആ സംഭവം നടക്കുന്ന സ്ഥലത്തേക്കായിട്ട് പോവുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ നന്ദു ആണെന്നുണ്ടെങ്കിൽ വാതിൽ എങ്ങനെയൊക്കെ തുറന്നിട്ട് പിന്നെ ആ വശത്ത് കൂടെ ഇറങ്ങി പോവുകയാണ് കൂട്ടുകാരുടെ അടുത്തേക്ക്. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും ആദർശിനെയും അമ്മയാണ്. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴും മുത്തശ്ശൻ്റെയും കാര്യം മാത്രമേ ഉള്ളൂ, നീ എൻ്റെ കാര്യം നോക്കുന്നില്ല, നീ സത്യം പറ, നിൻ്റെ മനസ്സിൽ എന്താണ്, നീ എന്നോട് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് പറയുകയാണ്. ആ സമയം ആദർശം മനസ്സിലാലോചിക്കുകയാണ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ അവളോട് താല്പര്യമാണോ, നിനക്ക് അവളോട് ഇഷ്ടമാണോ? ഈ ഒരു ആറ്റുകാൽ പൊങ്കാല വന്നപ്പോൾ നീ ആദ്യം പറഞ്ഞിരുന്നു അവൾ അനുഗ്രഹിക്കില്ല എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം നീ അവളെ അനുഗ്രഹിച്ചു. പിന്നീട് അങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നീ അവൾക്ക് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത്. എന്താ നീ അവളെ സ്നേഹിച്ചു തുടങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. ആണെന്നുണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറയുമെന്ന് പറയുമ്പോൾ നമ്മുടെ ആദർശമാണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ മിണ്ടുന്നില്ല. നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മയോട് എനിക്ക് ഇപ്പോൾ ഈ സമയത്ത് ഇതൊന്നും പറയാനായിട്ട് പറ്റില്ല, അമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയമാണെന്നുണ്ടെങ്കിൽ ദേവയാനി മനസ്സിലാലോചിക്കുകയാണ്, ഇവന് ശരിക്കിപ്പോൾ നയനയോട് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ. അതെൻ്റെ അടുത്ത് പറയാനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം അവനിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ നമ്മുടെ ദേവയാനി എത്തിച്ചേരുകയാണ്. ആദർശമാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശൻ്റെ കാര്യം ഇപ്പോൾ ആരോടും പറയരുതെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ട്, അതേപോലെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ മുത്തശ്ശന് വേണ്ടി ചെയ്യുന്നതെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റാതെയാണ് ആദർശ് ദേവയാനിയുടെ അടുത്തു നിന്നും പോകുന്നത്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ട് മറ്റൊരു എപ്പിസോഡും തിരികെയാണ്. വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് എന്നിട്ട് പോകാനായിട്ട് മറക്കരുത്. അതുപോലെ വീഡിയോയുടെ തുടർച്ച കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിൽ എപ്പിസോഡായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്.